ഹലോ ഗൈസ്, വെൽക്കം ടു KL ഫുഡ് ട്രാക്കർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടിപൊളി ബീഫ് കുത്തു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 പൊറോട്ടയാണ്. നമുക്കതിനെ നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അല്ല, മാക്സിമം തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ നോക്കുക. കാരണം എത്രത്തോളം തിന്നാവോ അത്രത്തോളം കഴിക്കാൻ നമുക്ക് രസമുണ്ടാവും. മാക്സിമം തിന്നായിട്ട് എടുക്കുക. ഏകദേശം നൂഡിൽസിൻ്റെ ഒക്കെ ഒരു പരുവം പോലെ, കണ്ടില്ലേ? ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് ക്യാബേജും പൊറോട്ട സ്ലൈസ് ചെയ്തതുപോലെ തന്നെ മാക്സിമം സ്ലൈസ് ചെയ്തെടുക്കുക. നമുക്ക് പക്ഷേ ഇവിടെ സ്ലൈസ് അല്ല വേണ്ടത്, ചോപ്പാണ്. അത് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. ആദ്യം സ്ലൈസ് ചെയ്യുക, അതിനുശേഷം അതിനെ തിരിച്ചു പിടിച്ച് ചോപ്പ് ചെയ്യുക. കണ്ടില്ലേ? ഇതുപോലെയാണ് ക്യാബേജ് ചോപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് സവാളയാണ്. അതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചോപ്പാണ് ചെയ്യേണ്ടത്. ആദ്യം നീളത്തിൽ മുറിക്കുക, അതിനുശേഷം കുറുകെ ചോപ്പ് ചെയ്യുക. കണ്ടില്ലേ? ഏകദേശം ഇതുപോലെ. ഇനി നമുക്ക് അടുത്തതായി വേണ്ട തക്കാളിയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമുക്ക് ചോപ്പാണ് വേണ്ടത്. നീളത്തിൽ മുറിക്കുക, അതിനുശേഷം കുറുകെ ചോപ്പ് ചെയ്യുക. ഏകദേശം ഇതുപോലെ. നമുക്കതിനെയും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായി വേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. ഏകദേശം ഒരു 5-6 തണ്ട് മല്ലിയില ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. പച്ചമുളക് 2ആയിട്ട് പിളർന്ന് വേണം ചോപ്പ് ചെയ്യാൻ. അപ്പം എത്രത്തോളം ചെറിയ പീസസ് ആയിട്ട് കിട്ടും. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അതിനായി നമ്മളിവിടെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത് മുട്ട. 2 മുട്ടയാണ്. കൊത്തു പൊറോട്ടയുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ. കണ്ടില്ലേ? ഇതേപോലെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജ്, അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള, അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി, ഇവയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക്, അതിനുശേഷം തീർത്ത് വെച്ച കറിവേപ്പില, ഇവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇവയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഈ പൊടികളെല്ലാം നല്ല രീതിയിൽ എല്ലായിടത്തും എത്തണം. കണ്ടില്ലേ? ഇപ്പം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച പൊറോട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊറോട്ട ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? പൊറോട്ടയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ബൗള് ബീഫിൻ്റെ ഗ്രേവി വിത്ത് പീസാണ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം എത്രത്തോളം നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. കൊത്തു പൊറോട്ടയാണ്. നമ്മളെ തമിഴ്നാടൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല രീതിയിലാണ് അവർ കല്ലിലിട്ട് ചെയ്യുന്നത്.
ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില ചേർത്ത് നല്ല രീതിയിൽ ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ വെക്കാം. ഇത് ഒന്ന് ജസ്റ്റായിട്ടൊന്ന് തണുത്താൽ ടേസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തായി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് ഇതിലൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചേരുവ തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ ശ്രമിക്കുക. സത്യം പറയാം മച്ചന്മാരെ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.